തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രതിനിധികളും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നും പലപ്പോഴും വരുന്ന അവരുടെ ലീഡേഴ്സും പ്രത്യേകിച്ചും കഴിഞ്ഞൊരു 6 മാസക്കാലമായിട്ട് കേരളത്തിന് കൊടുത്ത വലിയൊരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അത് ശരിയായിരുന്നോ എന്ന് അവർ പരിശോധിക്കട്ടെ. ഈ ഉദാഹരണത്തിന് ഇവിടെ മേയർ അധികാരത്തിൽ വന്നാൽ 40 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി വന്നു, നല്ല കാര്യം. അദ്ദേഹത്തിന് വന്നിട്ട് ഇവിടെ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ പറഞ്ഞതെന്താ, എല്ലാ സ്ഥലത്തും പറഞ്ഞത് 40 ദിവസം കൊണ്ട് പ്രധാനമന്ത്രി വരും, അദ്ദേഹം വലിയൊരു ബ്ലൂ പ്രിൻ്റ് നൽകും തുടങ്ങിയിട്ടുള്ള, ഞങ്ങൾക്കൊക്കെ ഇൻസൈഡേഴ്സായി ധാരാളം പരിചയമുള്ള ആളുകൾക്ക് അപരിചിതമായൊരു കാര്യമാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു, ഇനി പ്രധാനമന്ത്രി വന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ കിട്ടട്ടെ, നമ്മൾ താമസിക്കുന്ന ഒരു പട്ടണമല്ലേ, നല്ല കാര്യം, നമുക്കൊന്ന് കിട്ടുമല്ലോ അതിൻ്റെ ഒരു പ്രയോജനം. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല, അവിടെ നിന്ന് തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ എയിംസിനെ കുറിച്ച് നമ്മുടെ സുരേഷ് ഗോപി, അദ്ദേഹം നല്ല നടനാണ്. അദ്ദേഹം ഹാസ്യ നടനം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ലൊരു കാര്യമാണ്. പക്ഷേ അപഹാസ്യ നടനമാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ചെയ്തത്. അദ്ദേഹം മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി. എയിംസ് വരും എന്നൊക്കെ ഞാനതിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് മൂന്നാമത്തത് UDFൻ്റെ പ്ലാനിംഗ് ബോർഡിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഗുരുസ്ഥാനീയനായിട്ടുള്ള ആയിരുന്നു നമ്മുടെ ശ്രീധരൻ സാർ, അല്ലെങ്കിൽ ഞങ്ങൾ ശ്രീധരേട്ടൻ എന്ന് വിളിക്കുന്ന മെട്രോമാൻ. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ്, അദ്ദേഹം BJPയുടെ വക്താവാണല്ലോ, അദ്ദേഹം ഒരു റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചു. ഇപ്പോൾ നാളെ എൻ്റെ റെയിൽവേ അതിൻ്റെ ഓഫീസൊക്കെ ഉദ്ഘാടനം ചെയ്യുകയാണെന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈപ്പുകൾ ഉണ്ടാക്കിയത് UDF അല്ല, LDF അല്ല. കേരളത്തിന് വാരിക്കോരി തരാൻ പോകുന്നുവെന്ന് പറഞ്ഞത് BJPയുടെ നേതാക്കൾ, മന്ത്രിമാർ, അവരുടെ വക്താക്കൾ, അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹൈപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ബജറ്റ് വന്നത്. അപ്പോൾ എല്ലാവരും നോക്കി, എയിംസ് എവിടെ, റെയിൽ കോറിഡോർ എവിടെ, ഇതാണെന്ന് വാർത്തകളിൽ നിറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ഞങ്ങളല്ല, നിങ്ങൾ ആളുകളുടെ ആശയുടെ ബലൂൺ ഊതി വീർപ്പിച്ച് പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ ആളുകൾ പരിഹസിക്കും. ഇപ്പോൾ ഇവിടെ ആമകളെ നോക്കാനുള്ള ഒരു പദ്ധതി നല്ല പദ്ധതിയല്ലേ. ഇപ്പോൾ പിന്നെ ആന, പുലി, അല്ലെങ്കിൽ കടുവകൾ, കരടികൾ, ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന ബിഗ് കാറ്റ്സ്, നല്ലൊരു പ്രോഗ്രാമാണ്. ഞാൻ അവരുടെ ഒരു വൈൽഡ് ലൈഫിൽ വളരെയധികം താല്പര്യപ്പെടുന്ന ഒരാളാണ്. ജിം കോർബറ്റിൽ പോയി പുലിയെ കാണാൻ പോയി, കടുവയെ കാണാൻ പോയിട്ട ആളാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നല്ലതാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ ഹൈപ്പ് ചെയ്ത് ആ ബലൂൺ, ആശയുടെ ബലൂൺ പൊട്ടിച്ചത് ഞങ്ങളല്ല. അപ്പൊ അതിനെ പരിഹസിച്ചാൽ സമയക്കുറവ് കൊണ്ടാണ് TP സിന്ധുമോൾ, അത് BJP മറുപടി പറയേണ്ട കാര്യങ്ങളാണ് ശ്രീ CP ജോൺ പറഞ്ഞത്. അങ്ങേക്ക് പ്രതികരിക്കാം.